വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ഐഡൻറ്റിറ്റി ബൈ ജൂലിയോ നൊബോവ പൊലാങ്കോ എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പോയം പെട്ടെന്ന് തന്നെ നറേറ്ററിനെയും അതുപോലെ തന്നെ നറേറ്ററിന് ചുറ്റുമുള്ളവരുമായിട്ട് ഇടയിലുള്ള കോൺട്രാസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആ നറേറ്ററിൻ്റെ ചുറ്റുമുള്ളവർ എന്നുള്ളത് വു ആർ മോക്ക്ഡ് ഫോർ ദർ യൂണിഫോമിറ്റി ആൻഡ് കൾട്ടിവേറ്റഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. പോയറ്റ് അവരെ കമ്പേഴ്സ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ആയിട്ടാണ്. വിച്ച് അലോസ് ദ നറേറ്റർ ടു സ്റ്റാൻഡ് ഔട്ട് ബൈ ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ ഓർഡിനറിലി റിവീൽഡ് വേർഡ്. By emphasizing this contrast, Noboa Polanco is able to challenge his readers' preconceived notions of beauty and autonomy. Your poem goes on to explore characteristics that are normally considered abhorrent, like ugliness and smelling unpleasant. എങ്ങനെയിരുന്നാലും narrator defines these features and regards them as preferable to fitting in for the sake of it. ഫസ്റ്റ് സ്റ്റാൻസ തുടങ്ങുന്നുള്ളത് തന്നെ അഡ്വസേറിയൽ അതേപോലെ തന്നെ ആംബിഗിയസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ദം എന്നുള്ളത്. ടു വിച്ച് ദ നറേറ്റർ ഡിഫൈൻസ് ഹിംസെൽഫ് ഇൻ ഓപ്പോസിഷൻ. അദ്ദേഹം സിമിൽ യൂസ് ചെയ്യുന്നുണ്ട് ദം ടു ഫ്ലവേഴ്സ് വിച്ച് ഇൻസ്പൈറ്റ് ഓഫ് ദർ ഓർഡിനറിലി പോസിറ്റീവ് കൊണോട്ടേഷൻസ് പോയറ്റ് യൂസസ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ദർ കൺഫോമിറ്റി ആൻഡ് മോക്സ് ദം ഫോർ ഇറ്റ്. The poet imbues the third stanza with a thrilling romantic imagery ആയിട്ടാണ് poet imbues ചെയ്തിട്ടുള്ളത് to showcase the wondrous nature of living a life without constraint. The sibilance in the opening line mirrors the sound of rushing wind, allowing the reader to embody the eagle of the second stanza and feel the excitement of life on the wing. The narrator states their preference is to be ignored. നറേറ്റർ എന്ത് പറയുന്നുണ്ട്, അവരുടെ ആ ഒരു പ്രിഫറൻസ് ഇഗ്നോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്മിസ്ഡ് ഓവർ ദ അൾട്ടർനേറ്റീവിൻ്റെ മുകളിൽ ഡിസ്മിസ്ഡും ഇഗ്നോർഡും ചെയ്തിട്ടുണ്ട്. വിച്ച് ദേ റിഗാർഡ് ആസ് ഇൻസ്പയർഡ് ആസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ അഡ്ജക്റ്റീവ് പ്ലസൻറ്റ്. ടു ദ നറേറ്റർ ദിസ് ക്വാളിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് എ ലാക്ക് ഓഫ് ഇൻഡിവിജ്വലിറ്റി വിച്ച് ഹി റിജക്റ്റ്. Even if the alternative is isolation, the word clusters remind the reader that the narrator's dislike. Clusters എന്ന വേർഡ് എന്നുള്ളത് റിമൈൻഡ് ചെയ്യുന്നുള്ളത് റീഡർ ദാറ്റ് ദ narrator's dislike of the flower ആണ് is largely due to the fact they are all alike as opposed to their banality which he might otherwise excuse. ഈ ഒരു പോയറ്റ് ത്രീ റോള് ഈ ഒരു പോയത്തിൽ നൽകുന്നുണ്ട്. വെൻ ഡിസ്ക്രൈബിങ് എങ്ങനെയാണ് ഫ്ലവർ പ്രൈസ്ഡ്, ഹാൻഡിൽഡ് ആൻഡ് പ്ലക്ക്ഡ് ഇൻ ഓർഡർ ടു എംബസൈസ് ദ ഫാക്ട് ദാറ്റ് വെൻ അറ്റംപ്റ്റിംഗ് ടു ഫിറ്റ് ഇൻ പീപ്പിൾസ് ആർ അണ്ടർ ദ ഏജൻസി. Furthermore, the verb handled has unsavory connotation and implies the people are at risk of being taken advantage of if they elect to assimilate rather than stand out. Finally, റെഫർ ചെയ്യുന്നുള്ളത് ഹ്യൂമൻസിനെയാണ്. ഹ്യൂമൻസ് ഈസ് ക്യൂരിയസ് ആസ് സിംബോളിക്കലി ദാറ്റ് ഈസ് വാട്ട് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദ ഫ്ലവേഴ്സ് എനിവേ. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്നുള്ളത് പീപ്പിൾ ഷുഡ് കൾട്ടിവേറ്റ് ദർ ഓൺ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേർപ്പസ്. ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് വാല്യൂസ്, ബിലീവ്സ്, ബിഹേവിയേഴ്സിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ദിസ് പോയം എംബസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓവർ കൺഫോമിറ്റി. ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫേഴ്സ് എന്നുള്ളത് ഫ്ലവേഴ്സും വീഡ്സൊക്കെയാണ്. ഐഡൻറ്റിറ്റി ഈസ് അബൌട്ട് ദ വാല്യൂ ഓഫ് വൺസ് ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി. ദ പോയറ്റ് ഓൾസോ സെഡ് ദ ഐഡൻറ്റിറ്റി ഈസ് ഫ്രീഡം ത്രൂ ഇൻഡിവിജ്വാലിറ്റി. The tone of the poem is sad but hopeful. Yes, the poem is about the value of one's individuality's freedom. The poet focuses on the themes like self-discovery and individualism. The title of Identity is it deeply explores the theme of
പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.